ഹലോ, ഇന്നൊരു മിനി ഔട്ടിംഗ് വ്ളോഗാണ്. നമ്മൾ ബ്രദറിൻ്റെ റൂമിലേക്ക് അൽമാരയും കട്ടിലും നോക്കാൻ പോവാണ്. ഓനെല്ലാം വുഡിൻ്റെ തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് വുഡിൻ്റെ നമ്മൾ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അവിടെയുള്ള മോഡൽ നോക്കിയിട്ട് അതുപോലെ പറഞ്ഞിട്ട് ഇന്ന് എടുക്കണില്ല. അങ്ങനെ അവിടുന്ന് സോഫയും കാര്യങ്ങളും നോക്കി, പക്ഷേ സോഫ എടുത്തിട്ടില്ല. പിന്നെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ അവിടുന്ന് പോന്നു. പിന്നെ അവിടെ നിന്ന് നേരെ പോയത് കുറച്ച് ലൈറ്റും കാര്യങ്ങളും വാങ്ങാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിലാണ്. ഇവിടെ ഞങ്ങൾ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നത്. വാൾമേൽ വെക്കുന്ന ലൈറ്റും അതുപോലെ അകത്ത് ഡൈനിങ്ങിലേക്കുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹാങ്ങിങ് ലൈറ്റായിട്ട് കുറച്ച് നോക്കി. അവസാനം നമ്മൾ ഈ ഒരു കാണുന്ന ലൈറ്റാണ് എടുത്തത് ഹാങ്ങിങ് ആയിട്ട്. പിന്നെ ഇതും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വാൾ ലൈറ്റ് 2-3 എടുത്ത്. പിന്നെ 3 ഫാനും അതേപോലെ ഗേറ്റിന് വെക്കുന്ന ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് പാക്ക് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഒരു മഗ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി ഞാൻ നമ്മുടെ ഉണ്ണിമായ ചേച്ചിയില്ലേ, ആ ചേച്ചീൻ്റെ വീഡിയോ കണ്ടതാണ്, ഷോർട്സ് കണ്ടതാണ് എയർ ഫ്രയറിൽ മഗ് കേക്ക് ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ ChatGPTയോട് ചോദിച്ചു ഞാൻ ഇനി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉണ്ണി ചേച്ചീൻ്റെ കൈമേലുണ്ടായിരുന്ന റെസിപ്പീസ് ഒന്നുമല്ല എൻ്റെ കൈമേലിൽ. അപ്പോൾ ഇത് ChatGPT പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ്. ഇത് 4 ടേബിൾ സ്പൂൺ മൈദ, 2 സ്പൂണ് പാൽപ്പൊടി, 2 സ്പൂണ് പഞ്ചസാര, 1/4 സ്പൂണ് ബേക്കിംഗ് പൗഡർ, 1 സ്പൂണ് കൊക്കോ പൗഡർ. ഇതൊക്കെ വെച്ചിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു പിഞ്ച് സാൾട്ടും കൂടി ചേർക്കണേ. അതിന് ശേഷമാണ് മിക്സ് ചെയ്യേണ്ടത്. പിന്നെ അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചു, പിന്നെ 1 സ്പൂണ് ഗീ, വാനില എസൻസ് 1-2 ഡ്രോപ്സ്, പിന്നെ ഒരു 3 സ്പൂണോളം വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടത്. ശേഷം എയർ ഫ്രയർ ഒന്ന് 3 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ മിക്സിയിലേക്ക് 2 ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ എയർ ഫ്രയറിലേക്ക് വെക്കുകയാണ്. ഇതിൽ ChatGPTയിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് 10 മിനിറ്റോ അങ്ങനെ എന്തോ വെച്ചാൽ മതി എന്നായിരുന്നു. 160-ലിട്ടിട്ട് 10 മിനിറ്റ് വെച്ചാൽ മതി എന്നായിരുന്നു. പക്ഷേ ഉള്ളൊന്നും വെന്തില്ല. ഇനി ഞാൻ പിന്നെ ഒരു 5 മിനിറ്റ് കൂടി വെച്ചപ്പോഴാണ് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്ന ലൈറ്റ്സൊക്കെ ഇലക്ട്രീഷ്യൻ വന്ന് കണക്ട് ചെയ്തതിന് ശേഷമുള്ള ഒരു വീഡിയോ കൂടി എടുക്കാവേ.